നമസ്കാരം ആൻഡ് വെൽക്കം ടു റെഡ് കാർപ്പറ്റ് വിത്ത് RJ ഏലിക്കുട്ടി. ഇന്നത്തെ ഈ ഒരു റെഡ് കാർപ്പറ്റിൽ ഞാൻ മാത്രമല്ല ഉള്ളത്, നമ്മുടെ കൊല്ലം പരവൂർ സ്വദേശിയായിട്ടുള്ള അദ്വൈത് ആറുണ്ട് കേട്ടോ. അദ്വൈതിനെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. யார் இதுக்கு பின்னாடி யார் வேலை என்ன ஏன் யூஸ் பண்ணாது எனக்கு தெரியாது. நான் தெரிஞ்சுக்குவேன். பொடி பசங்க கொஞ்சம் வேலை செய்கிற முட்டை பசங்களை கண்டுபிடித்து வைப்பேன்டா. உன்னை தேடி முன்னாடி வந்தேன். அந்த பசங்களோட சாவுக்கு நான் பதில் வைப்பேன்டா. வெயிட் பண்ணா, நான் நேரா வரேன்டா. பவானி അടിപൊളി എന്നൊക്കെ പറഞ്ഞ സൂപ്പർ സൂപ്പർ. അയ്യോ, വിജയ് സാർ ഇവിടെ വന്ന് നിന്ന പോലെ ഉണ്ടായിരുന്നു. എന്റെ പൊന്നെ അടിപൊളി. ഇതിന് ഞാൻ എന്താ ചെയ്യാ? ഇനി വിജയ് സാറിന്റെ ആ ഒരു സ്വരത്തില് ഒരു പാട്ട്. ഓക്കെ പാടാ. Let me sing a cutie story, pay attention, listen to me. If you want, take it or else, pay no attention, leave it, baby. Life is very short, namba, always happy. Listen, problem will come and go, கொஞ்சம் chill பண்ணு மாப்பி. Let me sing a cutie story, pay attention, listen to me. If you want to take it or else, pay no attention, leave it, baby. Life is very short, namba, always be happy. ഐ ആം ഹാപ്പി. അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി മിമിക്രീനെ നമ്മൾ കുറച്ച് നേരത്തേക്ക് മാറ്റി നിർത്തി ഈ ഒരു മ്യൂസിക്കിലേക്ക് വരുമ്പോഴത്തേക്കും എപ്പോഴായിരുന്നു ഈ ഒരു മ്യൂസിക് ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നതൊക്കെ? മ്യൂസിക് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം ഒരു 15 വയസ്സ്, ഒരു റേഞ്ച് 10th 9th പഠിക്കുന്ന ഒരു 10th അല്ലെങ്കിൽ 9th ഒക്കെ പഠിക്കുന്ന സമയത്താണ് ഫ്ലൂട്ടും കീബോർഡൊക്കെ വായിക്കുന്നത്. ഫ്ലൂട്ട് പഠിച്ചിട്ട് ഇപ്പോൾ ഒരു 1.5 വർഷമായിട്ടുള്ള പഠിച്ചിട്ടില്ല. സീരിയസ്ലി ഞാൻ അതൊന്നും പഠിച്ചിട്ടില്ല. അച്ഛനാണ് പഠിപ്പിക്കുന്നത്, അച്ഛനാണ് വായിക്കുന്നത്, അച്ഛനെ നോക്കിയാണ് പഠിക്കുന്നത്. ബട്ട് കുറച്ചുകൂടെ ബെറ്ററായിട്ട് എനിക്ക് വായിക്കാൻ കുറച്ചുകൂടെ ഇത് ദൈവം കഴിവുന്നുണ്ടോ എനിക്കറിയത്തില്ല. വായിക്കാം അത്യാവശ്യം വായിക്കും. കീബോർഡാണ് മെയിനായിട്ട് പഠിക്കുന്നത്. കീബോർഡ് സ്റ്റാർട്ടിങ് അച്ഛൻ കീബോർഡാണ് ആദ്യം പഠിപ്പിച്ചത്. കീബോർഡ് പഠിപ്പിച്ചതിന് ശേഷം കീബോർഡ് വായിച്ചു തുടങ്ങി. കീബോർഡ് വായിച്ചൊരു കുറച്ച് നാൾ കഴിഞ്ഞ് ഞാൻ ഈ മ്യൂസിക് എനിക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങിയപ്പോൾ ഞാൻ ഒരുപാട് പാട്ട് കേൾക്കുന്ന ആളാണ്. ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട്. എ റഹ്മാൻ സാറിൻ്റെ അനിരുദ്ധിനെയൊക്കെ ഭയങ്കര കട്ട ഫാനാണ്. സോ എനിക്ക് കുറച്ചുകൂടെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാൻ പാട്ടിനോട് കുറച്ച് താല്പര്യം കാണിച്ചു. മിമിക്രിയുടെ കൂടെ തന്നെ പാട്ട് കൂടെ കൊണ്ടുപോയി. അങ്ങനെ ഒരിക്കൽ ഫ്ലൂട്ട് എനിക്കൊരിക്കൽ ഒരു പഴയ ഫ്ലൂട്ട് കിട്ടി. അത് വായിച്ചതാണ്. ജസ്റ്റ് ഞാൻ വായിച്ചപ്പോൾ കാറ്റ് മാത്രമേ കേട്ടുള്ളൂ. ജസ്റ്റ് വെറും കാറ്റ് മാത്രമേ കേട്ടുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അച്ഛൻ ഫ്ലൂട്ട് വായിക്കും. അതുകൊണ്ട് അച്ഛൻ വായിച്ച് കേൾപ്പിച്ചു. അച്ഛൻ പിന്നെ PVC പൈപ്പിനകത്തൊരു ഫ്ലൂട്ട് ഉണ്ടാക്കി അതിനകത്തായിരിക്കും പിന്നെ പഠിക്കുന്നത്. അത് വായിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. വായിച്ചപ്പോൾ സൗണ്ട് കേട്ട് തുടങ്ങിയപ്പോൾ പിന്നെ പതുക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വായിച്ചു തുടങ്ങി. ദെൻ ഇപ്പോൾ അത്യാവശ്യം വായിക്കുന്ന രീതിയിലായി. അതാണ് മ്യൂസിക് ഫീൽഡ്. പിന്നെ എന്താ പറയുന്നത്, അന്ന് 2 ഇൻസ്ട്രുമെൻ്റ് ആണെങ്കിൽ ഇപ്പോൾ 14 ഇൻസ്ട്രുമെൻ്റ് വായിക്കും. ഏകദേശം 14 ഇൻസ്ട്രുമെൻ്റോളം വായിക്കും. ഞാനിപ്പോൾ മെലോഡിക്ക, ഫ്ലൂട്ട്, കീബോർഡ്, വയലിൻ, പിന്നെ ചെണ്ട അടിക്കും, പിന്നെ തബല, അതുപോലെ ഹാർമോണിയം, പിന്നെ ക്ലാനറ്റ് വായിക്കും അത്യാവശ്യം. പിന്നെ കസു ഇൻസ്ട്രുമെന്റ് വായിക്കും. പിന്നെ റെക്കോർഡർ, അങ്ങനെ ഒരു പിന്നെയുണ്ട് 2-3 ഇൻസ്ട്രുമെന്റ് പിന്നെയും വായിക്കും. ഓക്കെ, അപ്പം ഇതൊന്നും ഒരിടത്തും പഠിക്കാൻ പോവാതെയാണ് പഠിക്കുന്നത്. വയലിൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വയലിൻ ഇപ്പോൾ ഞാൻ ബേസിക്കലി പഠിച്ചുകൊണ്ടിരിക്കും, ബേസിക്കായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. അതെനിക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് വയലിൻ അങ്ങനെ പെട്ടെന്ന് കൈ വരുന്ന കാര്യമല്ല. വായിക്കുമെങ്കിലും നമുക്കൊരു ബേസ് കിട്ടാതെ അത് ഒരിക്കലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ അതുകൊണ്ട് ഞാൻ വയലിൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആറന്മുള എൻ്റെ കോളേജിനടുത്താണ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ഈ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ കേട്ട് യൂട്യൂബിലൊക്കെ നോക്കിയാണോ പഠിക്കുന്നത്? അതോ? ഞാൻ കീബോർഡ് യൂട്യൂബ് നോക്കിയാണ് പഠിച്ചത്. കീബോർഡ് യൂട്യൂബിൽ അച്ഛനും കണ്ടും കീബോർഡ് യൂട്യൂബിൽ നോക്കിയാൽ നോട്ട്സ് നോക്കിയാണ് വായിച്ചു പഠിച്ചു തുടങ്ങിയത്. പിന്നെ ഫ്ലൂട്ട് തനിയെ വായിച്ചു പഠിച്ചത്. ഫ്ലൂട്ട് അച്ഛൻ വായിക്കുന്ന കണ്ടിട്ട് ജസ്റ്റ് ഞാൻ തനിയെ ട്രൈ ചെയ്ത് വന്നതാണ് ഫ്ലൂട്ട്. റെക്കോർഡറും അങ്ങനെ. തീർച്ചയായിട്ടും ഫ്ലൂട്ടിന്റെ റെക്കോർഡ്. ഓക്കെ, അത് കത്തിയിലെ ക്ലൈമാക്സ് ആ ഒരു ബീജിയം ഉണ്ട്, ആരോ ഇവിടെ പാട്ട്. ഓക്കെ.
അടിപൊളി സൂപ്പർ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്ലൂട്ടൊക്കെ പഠിക്കുന്ന സമയത്ത് ഏറ്റവും ആദ്യം നമ്മളൊരു പാട്ട് നമ്മുടെ ഒരു കംഫർട്ട് സോൺ ആയിട്ടുള്ള ഒരു പാട്ട് നമ്മൾ ചൂസ് ചെയ്ത് പഠിച്ചിട്ടുണ്ടാവില്ല, അത് ഏത് പാട്ടായിരുന്നു? അത് പാട്ടെന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ തന്നെയാണ് വായിച്ചു പഠിച്ചു തുടങ്ങിയത്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ എനിക്ക് കുറച്ചുകൂടെ പോയി കട്ടായി ഔട്ട് ഡീലേ ഓക്കെ ഓക്കെ അത് ഓക്കെ. അത് ഫ്ലൂട്ടിനകത്ത് ഞാൻ ഷീമിന് ഫസ്റ്റ് വായിച്ചു തുടങ്ങി എനിക്ക് തോന്നുന്നു. പോയോ സൗണ്ട് ഡൗൺ ആയിരുന്നു. ആണോ? അത് ഇത് പറഞ്ഞോണ്ടായി. ഓക്കെ 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 അതിലാ നിൽക്കുന്നത്. ഓക്കെ ഓക്കെ അപ്പോൾ ഫ്ലൂട്ടിനകത്ത് ശരിക്കും പറഞ്ഞാൽ പഠിക്കുന്ന ഇപ്പം ശരി ഫ്ലൂട്ടിനകത്ത് ശരിക്കും പഠിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ മീശമാധവന്റെ ബീജം തന്നെ. മീശമാധവന്റെ ആ ഒരു ആ സംഭവം അത് വായിച്ചു പഠിച്ച് പിന്നെ അത് കഴിഞ്ഞിട്ട് മറ്റേ ബോംബെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട. എ.ആർ. റഹ്മാൻ ബീജംസ് ഒക്കെ എനിക്ക് ഭയങ്കര ഫേവറേറ്റ്. അത് ഞാൻ റെക്കോർഡിനകത്ത് ഞാൻ ചേച്ചി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് യോധയുടെ ബീജിയം അങ്ങനെ കുറേ സാധനങ്ങൾ എനിക്ക് വായിച്ച് പഠിച്ച് വന്നപ്പോഴത്തേക്ക് ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് സ്കോറുകൾ എനിക്ക് കവർ ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. എനിക്കത് ഭയങ്കര ഹാപ്പിനെസ് ആണ്. ആൻഡ് എനിക്ക് ഓരോ പാട്ടും റെക്കോർഡ് ചെയ്യുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ് ആണ്. ഓക്കെ, ലൈക്ക് ഞാനൊരു പാട്ട് പുതുതായിട്ട് പഠിക്കുമ്പോൾ എനിക്ക് തന്നെ ഭയങ്കര സന്തോഷമാണ്. പഠിച്ചു എനിക്ക് സ്റ്റേജ് വായിക്കാം. ആ ഒരു ഫീലാണ് അല്ലേ? ഓക്കെ. അപ്പൊ അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു വേദികളിൽ ഏറ്റവും കൂടുതൽ കയ്യേട് നേടുന്നത് റെക്കോർഡറിൽ ഇട്ടിട്ടുള്ള ആ ഒരു പെർഫോമൻസ് ആണ്. അപ്പൊ എന്തായാലും ഞാൻ അതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുമായിരുന്നു. ഏത് പാട്ടാണ് എനിക്ക് വായിച്ചു തരാൻ, അല്ലെങ്കിൽ ഏത് ബീജമാണ് എനിക്ക് പ്ലേ ചെയ്ത് തരാനായിട്ട് പ്ലേ ചെയ്യാൻ പോകുന്നത്? ചേച്ചിക്ക് യോധ മൂവി ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. എൻ്റെ ഫേവറേറ്റ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണ് യോധക്കത്തെ ആ ഒരു ഉണ്ണിക്കുട്ടൻ വായിക്കുന്ന ഒരു അതൊരു സ്പെഷ്യൽ ഫീൽ കൂടിയാണ്. അത് നമ്മളിങ്ങനെ നോർമലി ഒരു റൂമിൽ ഇരുന്നിട്ട് ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കും, എനിക്ക് സങ്കടമൊക്കെ വരുമ്പോൾ ഞാൻ ചുമ്മാ ഇരുന്നിട്ട് ഈ ബീജം വായിച്ചു പഠിക്കും. ഓക്കെ, അതായത് ഒരു പ്രത്യേക ഫീലാ. ലൈക്ക് ഇങ്ങനെ സമാധാനിപ്പിക്കാൻ ഭയങ്കര എന്താ പറയുന്ന നമ്മളെ ഭയങ്കരമായിട്ട് നമ്മൾ എന്താ പറയുന്ന നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളെ ഭയങ്കരമായിട്ട് കാമാക്കുന്ന ഒരു ബീജം അത്. സോ എനിക്കത് ഭയങ്കര ഫേവറേറ്റ് ആണ്, പേഴ്സണൽ ഫേവറേറ്റ് ബീജം ആണ്. എനിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു പറഞ്ഞു. ചേച്ചിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ചേച്ചി വന്നപ്പോൾ മുതൽ എന്നോട് ചോദിച്ചിരിക്കുന്ന സംഭവമാണ്. തീർച്ചയായിട്ടും ചേച്ചിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ. അടിപൊളി അടിപൊളി എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവല്. ഞാൻ വേറെ ഏതോ ലോകത്തായിപ്പോയി. ഞാൻ മറ്റേ എനിക്ക് യോധ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മൂവിയാണ് കേട്ടോ. അപ്പം നമ്മളിങ്ങനെ കുഞ്ഞിലിരുന്ന് കാണുന്ന TV-യിൽ നമ്മൾ ഈ കാണുന്ന സമയത്ത് ഈ ഒരു BGM, നമ്മൾ ആ ഒരു നേപ്പാൾ വൈബ്, ലാലേട്ടൻ, ഞാൻ അതിലൊക്കെ ആയിപ്പോ. ഇതിൽ അടിപൊളിയാണ്. അതും എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടോ. എന്റെ കണ്ണൊക്കെ നിറഞ്ഞു വരുന്നുണ്ട്. അതൊരു വല്ലാത്ത ഫീലാണ്. ഈ BGM എനിക്കെന്തോ ഭയങ്കര ഹേർട്ട് ചെയ്യുന്ന സങ്കടം നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന കരച്ചിലൊക്കെ ഇങ്ങനെ വെളിയിൽ വരും. അതെ, നമുക്കൊരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റും കൂടി തരുന്നതാണ്. ഓക്കെ, അപ്പൊ എന്തായാലും അങ്ങനെ ഫ്ലൂട്ട് റെക്കോർഡർ കൊണ്ട് ഒരു കിടിലൻ പെർഫോമൻസ് നമുക്ക് ഇങ്ങനെ കാഴ്ചവെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ചോദിക്കാനുള്ളത്, ഇതിൽ നമുക്ക് എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുവരാനായിട്ട് പറ്റുമോ? ഇതിൽ വെറൈറ്റി ആയിട്ടുള്ള സംഭവം ഉണ്ട്. എന്താണ് ആ സംഭവം? ബീറ്റ് ബോക്സിങ്ങും ഫ്ലൂട്ടും കൂടെ മിക്സ് ചെയ്ത സംഭവം, ഫ്ലൂട്ട് ബോക്സിംഗ്. ഫ്ലൂട്ട് ബോക്സിംഗ് ഞാൻ ആദ്യമായിട്ടോ അത് കേൾക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് കൊണ്ടുവരുന്നത് ആർദ്ര ചേച്ചിയാ. ആർദ്ര എന്ന് പറഞ്ഞ ചേച്ചിയാ വുമൺ ഫ്ലൂട്ട് ബോക്സറാണ് ആ ചേച്ചി. ഫസ്റ്റ് ഇവിടുത്തെ വുമൺ ഫ്ലൂട്ട് ബോക്സർ കേരളത്തിൽ കൊണ്ടുവന്ന ചേച്ചിയാ. പുറത്തൊക്കെ ഒരുപാട് പേര് ഞാൻ ചെയ്ത് കേട്ടിട്ടുണ്ട്. ഈ ഒരു ചേച്ചിയാണ്. അപ്പോൾ ഞാൻ ചേച്ചിയുടെ ഒന്ന് കേട്ട് പഠിച്ച സംഭവമാണ്. ജസ്റ്റ് നോക്കാം. ഓക്കെ.
അയ്യവ എടാ ഭീകരാ. അതെന്തായാലും കിടിക്കോട് വെറൈറ്റി സാധനം ചോദിച്ചപ്പോൾ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു സാധനം തന്നെയാണ് നമുക്ക് പെർഫോം ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അടിപൊളി സൂപ്പർ ആയിട്ടുണ്ട്. അപ്പം ഇതിൽ നിന്ന് നമുക്ക് ബീറ്റ് ബോക്സിങ്ങിലേക്ക് പോകാം. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്വൈത് ഒരു സകല കലാവല്ലഭനാണ്. ഞാൻ ചുമ്മാ പറഞ്ഞല്ല, ഇപ്പം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. കാരണം കൈവയ്ക്കാത്ത മേഖലകളിൽ എല്ലാത്തിലും കൈവച്ചിട്ടുണ്ട്. തൻ്റേതായിട്ടുള്ളൊരു സാമ്രാജ്യം ഇതാ ഇവിടെ ഇങ്ങനെ വെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അദ്വൈത് കുട്ടൻ. അപ്പോൾ ഈ ഒരു ബീറ്റ് ബോക്സിംഗ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്? ബീറ്റ് ബോക്സിംഗ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ആദർശേട്ടനിൽ നിന്ന് പഠിച്ച സംഭവമാണ്. ആദർശേട്ടനാണല്ലോ കേരളത്തിൽ ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ ആദർശേട്ടനെ നിന്നുമാണ് ശരിക്കും പറഞ്ഞാൽ ബീറ്റ് ബോക്സിംഗ് പഠിക്കുന്നത്. ഞാനൊരു 8th പഠിക്കുന്ന സമയത്ത് കലോത്സവത്തിന് പോയി. കലോത്സവത്തിന് പോയപ്പോഴത്തേക്ക് ആദർശേട്ടൻ്റെ അടുത്ത് പറഞ്ഞാൽ മോനെ നീ ഒരു കാര്യം ചെയ്യ്, ഇങ്ങനെ ചെയ്തു നോക്ക്. അതായത് ഇപ്പം ബീറ്റ് ബോക്സ് ആ സമയത്ത് ബീറ്റ് ബോക്സിങ് അത്ര പോപ്പുലർ അല്ല. ഇതൊന്ന് ഫസ്റ്റ് കലോത്സവത്തിന് ബീറ്റ് ബോക്സിങ് കൊണ്ടുവരുന്ന സമയത്തൊക്കെ ഞാനും വേറെ 2-3 കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്താണ് ബീറ്റ് ബോക്സിങ് കൊണ്ടുവരുന്നതും ആദർശേട്ടൻ ഇറങ്ങുന്നതും ഞങ്ങളൊക്കെ കയറുന്നതും ആ സമയത്താണ്. അപ്പോൾ ആദർശേട്ടൻ ബീറ്റ് ബോക്സിങ് ചെയ്യുന്ന സമയത്തൊക്കെ ഞാനൊരു കിളിയുള്ള സൗണ്ട്, പട്ടി, പൂച്ച അങ്ങനെയുള്ള സാധനങ്ങളെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് ബീറ്റ് ബോക്സിങ്ങിലോട്ട് കയറുന്നത് 8ാം ക്ലാസ് പകുതി കഴിഞ്ഞ് 9, ഈ കലോത്സവം കഴിഞ്ഞ് 9 പകുതി 10 ആ സമയത്താണ് ബീറ്റ് ബോക്സിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബീറ്റ് ബോക്സിങ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എനിക്ക് ഒരുപാട് ബീറ്റ് ബോക്സിൽ കുറച്ചുകൂടെ എനിക്ക് ബെറ്റർ ആവണമെന്ന് തോന്നി. അങ്ങനെ വേറെ ആൾക്കാരുണ്ട്, അതായത് ടോം തം എന്നൊക്കെ പറഞ്ഞ കുറേ അമേരിക്കൻ ബീറ്റ് ബോക്സേഴ്സ് ഒക്കെ ഉണ്ട്. അതുപോലെ AGT എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്, ഒരു 3 പേര് ചേർന്നൊരു കമ്പനിയൊക്കെ ഉണ്ട് AGT. അവർ അതുപോലെ അമേരിക്ക ഗോട്ട് ടാലൻറ്റഡ് അതൊക്കെ കുറേ ബീറ്റ് ബോക്സേഴ്സ് ഒക്കെ ഉണ്ട്. അങ്ങനെ അവരുടെയൊക്കെ വീഡിയോസ് റെക്കമെൻഡ് ചെയ്തൊക്കെയാണ് ബീറ്റ് ബോക്സിങ് പഠിക്കുന്നത്. പിന്നെ എൻ്റെ ചില ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അവരും ബീറ്റ് ബോക്സിംഗ് ഒക്കെ ചെയ്യുന്നതുകൊണ്ട് അവരുടെ കൂടെയൊക്കെ ബീറ്റ് ബോക്സ് ചെയ്യും. അതുപോലെ പാട്ട് പാടുന്ന ആൾക്കാരോടെ ബീറ്റ് ബോക്സ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് ചെയ്യുന്ന ബീറ്റ് ബോക്സിംഗ്. പെർഫോമൻസ് ഒക്കെ സ്റ്റേജ് പെർഫോമൻസിലൊക്കെ ഇത് ചെയ്യാറുണ്ടോ? തീർച്ചയായിട്ടും ചെയ്യാറുണ്ട്. അത് ബീറ്റ് ബോക്സിങ്ങിനകത്ത് 3-4 ഐറ്റങ്ങൾ ഒരുപാട് എനിക്ക് ചെയ്യാൻ ഉള്ള ടൈം കിട്ടാറില്ല. ഞാൻ ഒറ്റയ്ക്ക് പ്രോഗ്രാം ചെയ്യുമ്പം കിട്ടും. ബട്ട് ഞാൻ ഈ ട്രൂപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. തിരുവനന്തപുരം നിർമ്മല എന്ന് പറഞ്ഞ ട്രൂപ്പിലാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അതിനകത്ത് നിർമ്മല എന്നല്ല, ട്രൂപ്പിൽ പോകുമ്പോൾ നമുക്ക് ഒരുപാട് ടൈം കിട്ടത്തില്ല. നമുക്ക് പെർഫോം ചെയ്യാനുള്ള സ്പേസ് എന്ന് പറഞ്ഞാൽ ഞാൻ സ്പോട്ട് ഡബിങ് ആണ് മെയിനായിട്ട് ചെയ്യുന്നത്. സ്പോട്ട് ഡബിങ് ലൈവായിട്ട് ചെയ്യും, പിന്നെ ബീറ്റ് ബോക്സിംഗ് ആയിട്ടൊരു 3 സംഭവമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഞാൻ ബീറ്റ് ബോക്സിങ്ങിൽ 3 സംഭവം, അതായത് ഫസ്റ്റ് മറ്റേ 5 വോയിസ് ഒരുമിച്ച് മിക്സ് ചെയ്യുന്നൊരു ഐറ്റം. അത് കഴിഞ്ഞ് ചെയ്യുന്നത് ഹെലികോപ്റ്ററിനകത്ത് നിന്ന് DJ, ഹെലികോപ്റ്ററിന്റെ സൗണ്ടിൽ നിന്ന് DJ. പിന്നെ 3ാമത് കാറിന്റെ അകത്തും പുറത്തുനിന്നുള്ളൊരു ബീറ്റ് ബോക്സിംഗ്. അതെ, 3 ഇത് 3 ഞാൻ മേടിച്ചു തന്നിരിക്കുന്നത്. ഈ 3 ചെയ്തിട്ടാണ് ഞാൻ സ്പോട്ടിന് ഇറങ്ങുന്നത്. അതുകൊണ്ട് എനിക്ക് അവിടെ ഒരു ഫസ്റ്റ് തന്നെ എനിക്ക് ഹൈപ്പ് കിട്ടാനുള്ള സാധനം ഉണ്ടാക്കിയെടുത്തിട്ടാണ് ഞാൻ ചെയ്യാറുള്ളതെന്നൊക്കെ. കാരണം എന്തുവാ, പുറത്തിറങ്ങുമ്പോ അടി കിട്ടാതിരിക്കും. പുറത്തിറങ്ങി ഒരു സംഭവം ചെയ്യുമ്പോ തെറ്റിപ്പോയ അടി കിട്ടും. നേരെ മറ്റേ സ്റ്റേജിൽ നമ്മളൊരു സാധനം ചെയ്തിട്ടിറങ്ങുമ്പോ അടി കിട്ടത്തില്ല. അതാണ് പ്രത്യേകത. അതാണ്. അപ്പൊ എനിക്ക് ആ ഹെലികോപ്റ്ററിൽ നിന്ന് മറ്റേ ഇതിലേക്ക് വരുന്ന ഒരു സംഭവം ഒന്ന് കേൾപ്പിച്ചു തരാം. എന്റെ കൂടെ ഒരു 10-15 പേര് ഇല്ലാതെ ആയി പോയല്ലോ. എന്റെ ഒരു ആഹ്ലാദം അറിയിക്കാനായിട്ട് അടിപൊളി സാധനമാണ്. എനിക്കിങ്ങനെ എന്താ പറയാ, അങ്ങനെ കൂടത്തുള്ള ആ ഒരു അങ്ങനെ പ്രത്യേകത ഉണ്ട്. ഈ ബീറ്റ് കേൾക്കുമ്പോൾ നമുക്ക് ചാടണം. അതാണ് നമ്മൾ ഈ ബീറ്റ് ബോക്സ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ആടിയാ ചെയ്യുന്നത്. ഈ ബീറ്റ് ബോക്സിങ് ചെയ്യുന്ന ആൾക്കാരെ ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ആസ്വദിച്ചാ ചെയ്യുന്നത്. ഇപ്പൊ ഇങ്ങനെ സാധനം കയറുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ നിന്ന് ആസ്വദിച്ചാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനനുസരിച്ചുള്ള ഔട്ട് നമുക്ക് കിട്ടും. ഈ കാറിന്റെ അകത്തും പുറത്തുള്ള പരിപാടി എങ്ങനെയാണ്? കാറിന്റെ അല്ലെങ്കിൽ നമുക്ക് ഈ റൂമിന്റെ അകത്തുനിന്നും പുറത്തുനിന്നുള്ള വോയിസ്. ആദ്യം ഈ റൂമിന്റെ അകത്ത് നമ്മൾ പാട്ടിട്ടിരിക്കുക. ഇവിടെ സ്പീക്കർ ഉണ്ട്, നമ്മൾ പാട്ടിട്ടിരിക്കുകയാണ്. വലിയ പാട്ടിട്ടിരിക്കുമ്പോൾ അതിനുശേഷം ഇങ്ങനെയാണ് കാറിന്റെ നമ്മൾ ഈ അകത്തുനിന്ന് കേൾക്കുന്നത്. നമ്മൾ ഈ അകത്തിരുന്ന് കേൾക്കുമ്പോൾ അത് വേറെ വോയിസ് ആണ്. ഇനി നമ്മൾ ഇതിന്റെ പുറത്തിറങ്ങി വെച്ചോ, നമ്മൾ ഈ റൂം അവിടെ സെറ്റേക്കാണ്, നമ്മൾ പുറത്തിരുന്ന് പാട്ട് കേൾക്കുമ്പോൾ പക്ഷെ ഇവിടുന്ന് വോയിസ് ഒക്കെ
എന്റെ പൊന്നെ, കൊള്ളാലേ, കിടിലനാണ്, സൂപ്പറാണ്. എന്താ പറയാ, എന്റെ വാക്കുകൾ പോലും വരുന്നില്ല അദ്വൈതിനെ ഇങ്ങനെ എന്താ പറയാ പുകഴ്ത്താനായിട്ട്. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. ഇങ്ങനെയുള്ള വരട്ടെ, ഇനി ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വരട്ടെ. ഇനി നമ്മൾ ഏത് മേഖലയിലേക്കാണ് ഇനി ഞാൻ കടക്കേണ്ടത്, എന്തിനെ പറ്റിയാണ് ഞാൻ ചോദിക്കേണ്ടത്? ഇനി കടക്കേണ്ടത് നമുക്ക് നോക്കാം. ഇനി എൻ്റെ ഒരു ഇൻസ്ട്രുമെന്റും കൂടെ ഉണ്ട്, യെസ്, മെലോഡിക്ക അല്ലേ? മെലോഡിക്ക. Yes. എൻ്റെ ഞാൻ കീബോർഡ് വായിച്ചതിന് ശേഷം ഞാൻ സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയ ഒരു സംഭവം. ഓക്കെ, കീബോർഡൊക്കെ എനിക്ക് അമ്മ തന്നത്, ഞാൻ സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയൊരു വാവ്, ഒരു ഇൻസ്ട്രുമെന്റ് സ്പെഷ്യൽ ഫീൽ എപ്പോഴും എപ്പോഴും ഉണ്ടാവും. ബിക്കോസ് ഞാൻ എന്റെ സ്വന്തം പൈസക്ക് വാങ്ങിച്ചതാണ്. എനിക്ക് പ്രോഗ്രാമിന് പോയി വാങ്ങിച്ച പൈസ ഇതാണ്. അപ്പോൾ എനിക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു എന്താ പറയുക അറ്റാച്ച്മെന്റ് ഉള്ളൊരു ഇൻസ്ട്രുമെന്റ് ആണിത്. ഓക്കെ. ഞാൻ വായിച്ച് ശീലിച്ചതും ആൻഡ് എന്റെ കൈ തെളിഞ്ഞതും ഇതിനകത്താണ്. അപ്പൊ അതുകൊണ്ട് എനിക്കൊരു താല്പര്യം ഭയങ്കര കൂടുതലുള്ളൊരു ഇൻസ്ട്രുമെന്റ് ആണിത്. എപ്പോഴും ഞാൻ കൊണ്ട് നടക്കും. എവിടെയെങ്കിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഇത് കൊണ്ടുപോകും. എവിടെ പോയാലും വഴിയിലൊക്കെ പോകുമ്പോഴത്തേക്ക് റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഇത് വായിച്ചോണ്ടിരിക്കുക. സീരിയസ്ലി, റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഇത് വെറുതെ എഴുതിട്ട് ഞങ്ങൾ പ്രോഗ്രാമിനൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്ക് ഞാൻ ഇത് കൊണ്ടുപോകും. കൊണ്ടുപോയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വായിക്കുക, ട്രെയിനിൽ നിന്ന് വായിക്കുക. അതുപോലെ കൂടെയുള്ളവർക്ക് അതൊരു എന്റർടൈൻമെന്റ് ആണല്ലോ. സ്വാഭാവികം, അതൊരു പ്രത്യേക വൈബാ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഇരുന്ന് വായിക്കുമ്പോഴത്തേക്ക് ആൾക്കാർ കൊള്ളാനുമേ നമുക്കൊരു സപ്പോർട്ടാ. പിന്നെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവും, കുറെ ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവരെ മറ്റുള്ള സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, വഴക്ക് പറയും. ഇത് ഒരാൾക്ക് ഇഷ്ടമല്ല. ഇപ്പൊ ഒരു 99% ആൾക്കാർക്ക് ഇഷ്ടപ്പെടാൻ 1% ആൾക്കാർക്ക് ഇഷ്ടപ്പെടത്തില്ലല്ലോ. അങ്ങനെയുള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ട് എനിക്കറിയാവുന്ന. പക്ഷെ എന്നാലും ഞങ്ങളൊക്കെ ഇരുന്ന് വായിക്കും, ഞാൻ ഇടയ്ക്ക് ഇരുന്ന് വായിക്കും. ഞാനും ചിലപ്പോൾ എൻ്റെ കൂട്ടുകാർ കാണും, അവന്മാരൊക്കെ ഇരുന്ന് വയലിൻ വായിക്കും, ഫ്ലൂട്ട് വായിക്കും. അങ്ങനെ പല ആൾക്കാർ പല ഫീൽഡായിട്ട് ഉള്ള ആൾക്കാരൊക്കെ ഞാൻ കമ്പനിയാണ്. സോ അവരൊക്കെ നല്ല സപ്പോർട്ടാണ്. ദെൻ മെലോഡിക്കാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ മെയിനായിട്ട് വായിച്ചുകൊണ്ടിരിക്കുന്നു, വായിച്ച് ശീലിച്ചത്. ഓക്കെ, അപ്പൊ മെലോഡിക്കയിൽ നമുക്കിപ്പോ എന്തൊരു പെർഫോമൻസ് ആണ് ചെയ്തത്? വിനീതേട്ടൻ്റെ ഭയങ്കര ഫാനാണ് ഞാൻ, വിനീത് ശ്രീനിവാസന്റെ. വിനീതേട്ടൻ്റെ ഹൃദയത്തിനകത്ത് ഒരു പാട്ട് മധുപകരു എന്ന് പറഞ്ഞ പാട്ട്, ആ പാട്ടിന്റെ ഒരു ബീജം ഉണ്ടെന്ന് നോക്കാം. അടിപൊളി, സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും എന്താ പറയാ, ഞാനിനി എന്താ പറയാ, എന്റെ കയ്യിലുള്ള വാക്കുകളൊക്കെ തീർന്നിരിക്കുകയാണ് അദ്വൈത് കുട്ട. ഇനി എന്ത് പറയും എന്നുള്ളതാണ് ഇനി എന്റെ ഒരു എന്താ പറയാ ഒരു സങ്കടകരമായിട്ടുള്ളൊരു ചിന്ത എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, പിന്നെ എന്തൊക്കെയാണ് വേറെ വിശേഷങ്ങൾ? ഇപ്പൊ എന്തൊക്കെ കറന്റ് പരിപാടികൾ എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? കറന്റ് പരിപാടി എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ നാളെ പ്രോഗ്രാം ഉണ്ട്. ഇന്നലെ 2 ദിവസമായിട്ട് ഞാൻ കോളേജിൽ പഠിപ്പിക്കാൻ പോയിരുന്നു. ഇവിടെ അടുത്തൊരു കോളേജിൽ പഠിപ്പിക്കാൻ വന്നു. ദെൻ എല്ലാം ഉണ്ട്, അത്യാവശ്യം പ്രോഗ്രാംസ് ആണ്. ഇപ്പൊ സീസൺ ആണല്ലോ, ഉത്സവ സീസൺ ആണ്, പള്ളിപ്പരിപാടി, ഉത്സവം, അങ്ങനെ പ്രോഗ്രാംസ് ഒക്കെ ആയിട്ട് നടന്നു പോവാ. പിന്നെ ആനുവൽ ഡേ മെയിനായിട്ട് ഇറക്കുന്നത് ഇപ്പൊ ആനുവൽ ഡേയ്സ് ആണ്. സോ നാളെ ഒരു സ്കൂളിലാണ്, നാളെ ഒരു ബ്ലൂ മൗണ്ട് എന്ന് പറഞ്ഞ സ്കൂളിൽ എനിക്ക് നാളെ ഒരു ചീഫ് ഗസ്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. അങ്ങനെ ചീഫ് ഗസ്റ്റ് ആയിട്ടൊക്കെ ഒരു വെയിറ്റ് ഒക്കെ ഇട്ട് പറയാം കേട്ടോ. അത് കുറച്ച് ചീഫ് ഗസ്റ്റ് ആയിട്ട് പോവാണ് കേട്ടോ, കുറച്ച് വെയിറ്റ് ഇട്ട് പോകണം. അപ്പം അതുപോലെ തന്നെ ഈ പെർഫോമൻസിൽ ഏറ്റവും കൂടുതൽ കയ്യടി നേടുന്ന മറ്റൊരു സാധനമാണ് സ്പോട്ട് ഡബിങ് അല്ലേ? ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സീനുകൾ സ്പോട്ട് ഡബ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഒക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ കോരിത്തെരിപ്പ് ഉണ്ടായത് നമ്മുടെ അന്യനിലെ ആ ഒരു സീൻ സ്പോട്ട് ഡബ് ചെയ്തതാണ്. അപ്പം ആ ഒരു സ്പോട്ട് ഡബിങ്ങിലേക്ക് വന്നത് എങ്ങനെയായിരുന്നു? ആ ഒരു കരിയർ ചൂസ് ചെയ്യാനും അതുപോലെ തന്നെ സ്പോട്ട് ഡബിങ്ങിലേക്ക് ഇഷ്ടം വന്നതും
പ്രാക്ടീസിങ്ങും പരിപാടികളൊക്കെ എങ്ങനെയാണ് അതിന്റെ? സ്പോട്ട് ഡബിങ്ങിന്റെ പ്രാക്ടീസ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു വീഡിയോ കാണുക, അതിന്റെ നോട്ട്, അതായത് ലിപ്സിംഗ് ആണ് മെയിൻ ആയിട്ട് സ്പോട്ട് ഡബിങ്ങിൽ മെയിൻ ആയിട്ട് വരുന്നത്. ഒരാൾ ഡബ് ചെയ്ത് വെച്ചിരിക്കുന്ന സംഭവം നമ്മൾ പിന്നെ റീഡബ് ചെയ്യുക. അപ്പോൾ റീഡബ് ചെയ്യുക എന്ന് പറയുന്നത് അയാളുടെ വോയിസിനേക്കാൾ ക്ലാരിറ്റി വേണ്ടത് അയാളുടെ ലിപ്സിങ്ങിനായിരിക്കണം. സോ നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് ലിപ്സിംഗ് ആണ്. ലിപ്സിംഗ് നോക്കുക, വീഡിയോസ് ഇങ്ങനെ നോക്കിയിട്ട് അതിനകത്ത് ലിപ്സിംഗ് നോക്കി ഓരോ വോയിസ് ചെയ്യാണ് ഞാൻ കൂടുതലും ചെയ്യാറുള്ളത്. ഇപ്പോൾ അന്യൻ്റെ കാര്യം എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ കൈ കിട്ടുന്ന അന്യനാണ്. തീർച്ചയായിട്ടും ഞാൻ പറയും, ചേച്ചി ആരായാലും കൈയടിച്ച് പോവല്ലോ അതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ അന്യൻ മാത്രമല്ല കേട്ടോ, അന്യൻ മാത്രമല്ല ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ അന്യൻ പ്രകാശ് രാജ് ഞാനാണ് ഡബ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനകത്ത് പ്രകാശ് രാജിനും അന്യനും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്വിച്ചിങ്, ക്യാരക്ടർ സ്വിച്ചിങ് ആണ് ആ സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ക്യാരക്ടർ സ്വിച്ചിങ്ങിന്റെ പ്ലസ് പ്രകാശ് രാജിന്റെ വോയിസ്, 3 ചേച്ചി നേരത്തെ ചോദിച്ചൊരു ചോദ്യത്തിന്റെ ഉത്തരം ഇപ്പം ഇതിൽ കിട്ടും. അത് ഞാൻ ഈ സാധനം ചെയ്യുമ്പോൾ കിട്ടും. അതായത് എങ്ങനെ വോയിസ് സ്വിച്ച് ചെയ്യും എന്നുള്ളത്. അതായത് ഫസ്റ്റ് വരുന്നത് പ്രകാശ് രാജ്, അന്യൻ, അമ്പി, 3 ക്യാരക്ടേഴ്സ് 3 ടോണിൽ കിടക്കുന്ന സാധനം. വൈഫുണ്ടാ நீங்க ஒரு 10 கிலோ தகுத்து எடுத்துட்டு போறேன், திருப்பி சம்பாதிக்கிறேன், 10 கிலோ தகுத்து வாங்கிக்கிறேன், ചെല്ലത്തെടുത്ത് പോയി എപ്പോഴാ അങ്ങനൊരു വോയിസ് ആ പ്രകാശ് രാജിന്റെ വരുന്നത്. അതിൽ നിന്ന് എനിക്ക് 5 കിലോ ഇതൊക്കെ ഒരു സാധനം പറയുമ്പോഴത്തേക്ക് അതിൽ നിന്ന് എന്നെ തപ്പ് പന്നെ ഇങ്ങനെ 3 ടോണിൽ കിടക്കുന്ന സാധനമാണ്. അത് സ്വിച്ച് ചെയ്താ പോകുന്നത്. ഈ ഒരു അന്യനും അമ്പി സ്വിച്ച് ചെയ്യാൻ ഏറ്റവും ഞാൻ പാടുപെട്ടിട്ടുള്ളത്, സ്റ്റേജിൽ ഞാൻ ഏറ്റവും പാടുപെട്ടുള്ള ഈ ഒരു സാധനം ചേഞ്ച് ചെയ്യാൻ, അതായത് അന്യയിൽ നിന്ന് അമ്പിയിലോട്ട് ചേഞ്ച് ചെയ്യാനാണ് എനിക്ക് പാടുപെട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കാം. തീർച്ചയായിട്ടും. ഇതൊന്നും പണലേ. நீ எப்படா வெளியே வந்தா? சொல்லு, எப்படா வெளியே வந்தா? நாடு பண்ணலையே, நீங்க தானே. நானே எப்படி இருக்கேன், என்கிட்ட நடிச்சு காட்டலையா மாவான? உனக்கு தைரியம் இருந்தா என்ன சுடுறாத, என்ன சுடுறா பெருமாள் சத்தியமா அந்த அச்சுக்களையும் நான் எது தப்பு பண்ணல, பண்ணதே நான் தான். என்ன வெளியே போயிடு சார், அம்பி வெளியே போடுறான். சிவாஜியை பார்த்துருப்பேன், எம்ஜிஆரை பார்த்துருப்பேன், கமலை பார்த்துருப்பேன், பரத்தனையே பார்த்துருப்பேன். நான் உங்களை மாதிரி நடிக்கிறேன், பார்க்கவில்லடா. ஏடானே അമ്പി வெளியே போடுறா. അടിപൊളിയായിട്ടുണ്ട്. ഞാൻ മറ്റേ ആ സീൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഫുൾ മനസ്സിൽ ആ ഒരു സീൻ നമ്മുടെ പ്രകാശ് രാജ് സാറും അതുപോലെ തന്നെ നമ്മുടെ വിക്രം സാറും കൂടി അഭിനയിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സീൻ എക്സാക്ട്ലി അങ്ങനെ തന്നെ ആ ഒരു കറക്റ്റ് ഫീലും നമുക്ക് തന്നുകൊണ്ട് തന്നെയാണ്. അടിപൊളി. എൻ്റെ ദൈവം, എൻ്റെ കയ്യിൽ വാക്കുകളില്ല. അടിപൊളിയായിട്ടുണ്ടായിരുന്നു, സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു അദ്വൈത്. ഇനി നമ്മളിങ്ങനെ പെർഫോമൻസിലൊക്കെ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അപ്രിസിയേഷൻസ് കിട്ടിയിട്ടുള്ളത് ആരുടെ വോയിസ് ചെയ്തപ്പോഴൊക്കെയാണ്? ഇപ്പോൾ കറൻ്റ്ലി എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വിനായകൻ സാറിൻ്റെയും അതുപോലെ VTV ഗണേഷ് സാറിൻ്റെ ഒരു കോമ്പിനേഷൻ സീനുണ്ട് ജയിലർ സിനിമയ്ക്കകത്ത്. അതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് കൈയ്യടി കിട്ടിക്കൊണ്ടിരിക്കുന്ന സംഭവം എന്ന് പറയുന്നത്. മറ്റേ ജയിലറിനകത്ത് ഹോസ്പിറ്റലിൽ രജനിയുടെ ഫാമിലിയെ തിരക്കി വരുന്ന ഒരു സീനുണ്ട് സാറിൻ്റെ. ഇയാളുടെ ഫാമിലി ഈ ഹോസ്പിറ്റലുണ്ടോ? എവിടെയുണ്ട്? இந்த ஆளு 3 கொலை பண்ணிருக்கு, டேலைட் மர்டர்ஸ். அதனால ഞാൻ പറയില്ല. എത്ര കൊല പെണ്ണിருக்கு? 3 கொலை. ഞാൻ എത്ര കൊല പെണ്ണിருக்கு? ഡോക്ടറെ ഇല്ലാമ 96. 96? அப்ப நீங்க தான் வின்னு. அப்படியே நின்னு லெஃப்ட் ரைட் 2வது ரூம் வந்த படி നോക്കിക്കോ. അടിപൊളി, സൂപ്പർ ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി നമ്മൾ ചോദിക്കുകയാണെങ്കിൽ കമൽ സാറിൻ്റെ പെർഫോമൻസിന് ഒരുപാട് അപ്രിസിയേഷൻസ് കിട്ടിയിട്ടുണ്ട് അല്ലേ? എനിക്ക് കമൽ സാറിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ വിജയ് ഫാൻ ആവുന്നതിന് മുമ്പേ കമൽ സാറിൻ്റെ ഫാനാണെന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ വിജയ് സാറിൻ്റെ ഫാൻ എന്ന് വെച്ചാൽ ഞാൻ കട്ട തലപതി ഫാനാണ്. സീരിയസ്ലി ഞാൻ ഇപ്പോഴേ പറയാം, ഞാൻ കട്ട തലപതി ഫാനാണ്. അതായത് ഇവിടുന്ന് ഒരു ഫിലിം കാണാൻ വേണ്ടി, ഒരു തലപതിയെ റിലീസ് കാണാൻ വേണ്ടി കോഴഞ്ചേരിയിൽ നിന്ന് ചെങ്ങന്നൂർ വരെ നടന്നു 14 കിലോമീറ്റർ നടന്നിട്ട്, അത് 14 കിലോമീറ്റർ നടന്ന് രാത്രിയാ ഒരു 9-9:30 തൊട്ട് നടന്നിട്ട് ഒരു 10:45 ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ 1.5 മണിക്കൂർ ഞങ്ങൾ നടന്നു. ഞാനും എൻ്റെ വേറെ ഫ്രണ്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ നടന്ന് അവിടെ പോയി റെയിൽവേ സ്റ്റേഷനിൽ പോയി ഭ്രാന്തൊക്കെ ചെയ്തു കേട്ടോ. 14 കിലോമീറ്റർ നടന്ന് ട്രെയിനിൽ കയറി. അത് ശരിക്കും വാശി അവൻ്റെ ആയിരുന്നു, അവനാണ് പോകണമെന്ന് പറഞ്ഞതും. പക്ഷെ ഞാൻ വിജയ് ഫാനായതുകൊണ്ട് നടന്ന് അവിടെ ചെന്നു, ട്രെയിനിൽ കയറി എറണാകുളത്ത് പോയി, ട്രിവാൻഡ്രത്ത് പൂവാർ ആ ഏരിയ എന്ന് തോന്നുന്നു. അവിടെ ഇവിടെ ഒരു തിയേറ്ററിൽ റിലീസ് ഉണ്ടായിരുന്നു.
അത് കത്തി കഴിഞ്ഞ വർഷം, അതായത് 24th അത് റിലീസ് വന്നപ്പോൾ ഞങ്ങൾ ഇതേപോലെ നടന്നു പോയി പടം കണ്ടത്. അപ്പോൾ ഞാൻ വിജയ് ഫാൻ തന്നെ, അത്രയ്ക്ക് കട്ട വിജയ് ഫാനാണ്. അപ്പോൾ വിജയ് സാറിൻ്റെ വോയിസ് പഠിക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അന്ന് വിജയ് സാർ, ഞാൻ എൻ്റെ കുഞ്ഞിൽ വിജയ് സാറിനെ കാണുന്നതിന് മുമ്പേ ഞാൻ കമൽ സാറിൻ്റെ മൂവീസ് കണ്ടു തുടങ്ങിയത്. ദശാവതാരമൊക്കെ കണ്ട ഒരു ഫാനാണ്. ദശാവതാരം കണ്ടുമാണ് ഞാൻ കമൽ സാറിൻ്റെ ഫാനാവുന്നത്. അത് പിന്നെ ഔവേഷമുഖി, ദശാവതാരം, ഔവേഷമുഖി അങ്ങനെയുള്ള മൂവീസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട മൂവീസാണ്. അപ്പോൾ അങ്ങനെ ദശാവതാരം കണ്ടാണ് അദ്ദേഹത്തിൻ്റെ വോയിസ് എനിക്ക് കൂടുതൽ ഇൻസ്പയർ ആയത്. ആൻഡ് ഉലകനായകൻ ഫാനാണെന്ന് ഭയങ്കര ഒരിതായിട്ട് ഞാൻ പറയുന്ന ഒരു ടൈപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലും ഇപ്പം സ്റ്റേജുകൾ ചെയ്യുന്നതും കമൽ സാറിൻ്റെ വോയിസാണ്. ഞാൻ ഏത് എടുത്തില്ലേലും ചേച്ചി നേരത്തെ പറഞ്ഞല്ലോ, സലീമേട്ടൻ്റെ വോയിസും കമൽ സാറിൻ്റെ വോയിസും മസ്റ്റാണ്. ഏത് സ്റ്റേജിൽ പോയാലും ഞാൻ മസ്റ്റായിട്ട് ചെയ്യുന്ന രണ്ട് വോയിസാണ് കമൽ സാറിൻ്റെയും സലീമേട്ടൻ്റെയും. കമൽ സാറിന്റെ ഏതോ ഒരു ഡയലോഗ് ആയിരിക്കും ഇപ്പൊ നമുക്ക് കമൽ സാറിൻ്റെ 2 വോയിസ് ഞാൻ ചെയ്യാം. ഒന്ന് അദ്ദേഹത്തിന്റെ പഴയ ഒരു വോയിസും പിന്നെ പുതിയൊരു വോയിസും നോക്കാം. പഴയ വോയിസ് നമ്മൾ ഒട്ടും ബേസ് ഇല്ലാത്ത വോയിസ്. കൺമണി കൺമണി അന്നോട് കാതലൻ ഞാൻ എഴുതും കടുതമേ, ആ ഒരു രീതിയിൽ പോകുന്നൊരു വോയിസാണ്. അപ്പോൾ പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബേസ് കയറി. ഇപ്പോൾ എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ്റെ വോയിസ് എല്ലാം ഭയങ്കര ബേസാണ്, നല്ല കട്ടിയാണ്. அனைவருக்கும் என் வணக்கத்தை எழுப்பி வைக்கிறேன். ரொம்ப சந்தோஷம் நான் பார்க்கவும் இல்லை. ஏலிக்குட்டி நானா பேர். ரொம்ப நன்றி என்னை எங்கள் மேடையில் கூப்பிடுறதுக்கு, ரொம்ப சந்தோஷம். அதுக்கப்புறம் நான் என்னோட நியூ ஃபிலிம் தக் லைஃப் வந்து ஷூட்டிங்கில் தான் இருக்கும். எல்லாருமே போய் பார்க்கணுன்னு ആവശ്യപ്പെട്ടിരിക്കാൻ. അങ്ങനെ ഒരു വോയിസാണ് അദ്ദേഹത്തിന് പുതിയൊരു വോയിസ്. അപ്പം ഞാൻ 2 രീതിയിലുള്ള വോയിസ് ചെയ്യാം. ഓക്കെ. கண்மணி அன்போட காதலன் நான் எழுதும் கடிதம் இல்லை, கடிதமே லெட்டர், கடிதமே இருக்கட்டும். கடிதமே அங்கே கண்மணி போட்டல, அங்கே பொன்னணி போடுங்க. பொன்மணி உன் வீட்டில் சௌக்கியமா? நான் இங்கே சௌக்கியமே. நினச்சி பார்க்கும்போது மனதுள்ள கவிதை அருவி மாறிக்கொட்டு நான் அதை எழுத நினைக்கும் போது வார்த்தை முடியாது. என்னால் எந்த காயமானாலும் தன்னால் மாறி போயிடும். மாயமோ மந்திரமோ தெரியாது. உன்னால் தாங்க முடியுமா? செம்மானே மனித உணர்ந்து கொள்ள இது மனித காதல் அல்ல, அதையும் தாண்டி புனிதமானது. அபிராமியே அபிராமி 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 அபிராமியே தாலாட்டும் சாமியே நான் தான் தெரியுமா? சிவகாமியே சிவனிலையும் பாதையே அதுவும் உனக்கு புரிയുமா? അടിപൊളി. അപ്പം നമ്മുടെ പുതിയ കമൽ സാറിന്റെ സൗണ്ട് എങ്ങനെയാണ്? പുതിയ കമൽ സാറിന്റെ സൗണ്ട് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ബേസ് ഒക്കെ കയറിയ വോയിസാണ്. അദ്ദേഹത്തിന്റെ ഏജിൻ്റെ ആയിട്ടുള്ള ഡിഫറൻസ് ഉണ്ട്. ഇങ്ങനൊരു വോയിസാണ് പുള്ളിയുടെ വോയിസ്. അപ്പോൾ ആ ഒരു വോയിസിനകത്ത് കുറച്ച് എയർ കയറി ഹസ്കി ടോൺ എന്ന് പറയും. നമുക്ക് നമ്മുടെ മിമിക്രി പറയുമ്പോൾ അത് ഹസ്കി ടോൺ എന്ന് പറയും. ഒരു വോയിസ് കാണിച്ചു തരാം. വിക്രം എന്ന സിനിമയ്ക്കകത്ത് ഒരു ചെറിയ ബിറ്റുണ്ട്. ലാസ്റ്റ് ക്ലൈമാക്സിൽ സന്ദനത്തിനോട് പറയുന്നു, காடு எங்கிற வந்திருந்தால் அங்க சிங்கம் புலி சிறுத்தை எல்லாம் வேட்டைக்கு போகும், மான் தப்பிக்க பார்க்கும். அதுக்குள்ள அஸ்தமயம் ஆயிடுச்சுன்னா காலையில் விடியில பார்க்க போடுற யாருங்கிறதே இயற்கை தான் முடிவு பண்ணுவார். சாவறதுக்கு முன்னாடி ஒரு விஷயத்தை கேட்டு தான் சாவு. சத்தவனோட பேரு பிரபஞ்சன், பித்தவனோட பேரு விக்ரம். ஆரம்பிக்கலாங்களா? சாவறதுக்கும் திரும்பி வர்றதுக்கும் உனக்கு புதுசா இல்லை தம்பி. ஐ அம் நாட் எ வாரியர், ஐ அம் எ சோல்ஜர். எனக்கு விஜயம் இருக்கு, ஆனால் சொல்ல முடியாது, சொல்ல மாட்டேன். பிகாஸ் ஐ அம் எ வாரியர். താങ്ക് യു. ഓക്കെ. അമ്പോ, ഞാൻ മറ്റേ ആ ഒരു സീനിന്റെ ആ ഒരു ഇന്റൻസിൽ ഇങ്ങനെ ഇരിക്കാൻ, എനിക്ക് ഇങ്ങനെ റൊമാൻറ്റിഫിക്കേഷൻ ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ എന്തായാലും പറഞ്ഞ് നമുക്ക് ഫലിപ്പിക്കാം എന്നുള്ളതാണ്. അപ്പൊ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റേജ് പെർഫോമൻസിലേക്കൊക്കെ നോക്കുന്ന സമയത്ത് ആ ഒരു കാര്യത്തിലേക്ക് നമുക്ക് വരാം. അതിനു മുന്നേ എനിക്ക് ചോദിക്കാനുള്ളത്, ഒരുപാട് TV ഷോകളിൽ അദ്വൈത് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഫ്ലവേഴ്സിൽ തന്നെ നമ്മൾ കോമഡി ഉത്സവം, അതുപോലെ തന്നെ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി, അതുപോലെ തന്നെ അമൃത TV കോമഡി മാസ്റ്റേഴ്സ്, അതിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു TV ഷോസിലുണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? TV ഷോയിലെ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ സീരിയസ്ലി ഞാൻ പറയാം, എനിക്ക് ഒരുപാട് ഫെയിം ഉണ്ടാക്കി തന്ന, അല്ലെങ്കിൽ ഞാൻ ഈ ഇരിക്കുന്ന ഇപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂവിന് ഞാൻ വന്നിരിക്കുന്നുണ്ടെങ്കിൽ അത് ഫ്ലവേഴ്സിൻ്റെ ഒരു പവറാണ്. സീരിയസ്ലി ഞാൻ മറ്റ് ചാനൽസിനെ ഒരിക്കലും നാട്ടിൽ പറയുന്നില്ല, പക്ഷേ ഫ്ലവേഴ്സിലാണ് ഞാൻ എൻ്റെ ഫസ്റ്റ് സ്റ്റേജും ഫ്ലവേഴ്സാണ്.
എന്നെ ഫ്ലവേഴ്സാണ് അദ്വൈത് എന്ന് പറഞ്ഞ പേരിൽ നിന്ന് അദ്വൈത് ഗിന്നസ് എന്നുള്ള പേരിലോട്ട് അത് മിമിക്സ് എന്നുള്ള പേരിലും ആക്കിയത്. അപ്പോൾ എന്നെ ഇപ്പോൾ ഒരാൾ അദ്വൈതം എന്നറിയപ്പെടുന്നുണ്ടെങ്കിൽ അത് ഞാൻ ഫ്ലവേഴ്സിൽ കോമഡി ഉത്സവത്തിൽ ചെയ്ത എപ്പിസോഡ്സ് കൊണ്ടും അതുപോലെ ഗിന്നസ് കിട്ടിയതിൻ്റെ ഇതുകൊണ്ടും ഇതൊക്കെ കൊണ്ടാണ് ഇതിനെ അറിയപ്പെടുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഫ്ലവേഴ്സിലൊരു ഏകദേശം ഒരു 2018 ഫസ്റ്റ് എൻ്റെ എപ്പിസോഡ്. 23rd പകുതി വരെയും ഞാൻ ഫ്ലവേഴ്സിനകത്തുണ്ടായിരുന്നു, ഫ്ലവേഴ്സ് ചാനലിനകത്തുണ്ടായിരുന്നു. അത് കഴിഞ്ഞാണ് ഞാൻ മറ്റ് ചാനലിലോട്ട് പോയത്. അപ്പോൾ കോമഡി ഉത്സവത്തിൻ്റെ ഒരു സ്റ്റോപ്പ് വന്നപ്പോൾ, കോമഡി ഉത്സവത്തിലൊരു ബ്രേക്ക് വന്നപ്പോൾ മാത്രമാണ് എനിക്ക് മറ്റൊരു ചാനലിലോട്ട് പോകണം എന്നുള്ളൊരു മൈൻഡ് വന്നത്. അതുവരെ ഞാൻ ഫ്ലവേഴ്സിൻ്റെ ദത്തുപുത്രൻ എന്ന് വേണമെങ്കിൽ പറയാം, ഫ്ലവേഴ്സ് തന്നെ ആയിരുന്നു കുറേ നാൾ. ഒരു ലാസ്റ്റ് കുറേയൊക്കെ ആയപ്പോഴത്തേക്ക് ഒരു 4-5 എപ്പിസോഡ് അടുപ്പിച്ചൊക്കെ ചെയ്തു കേട്ടോ. 4-5 എപ്പിസോഡ്, അതായത് ഓരോ ഗ്രൂമിങ്ങിന് ഞാൻ ചെല്ലുക, ഓരോ സ്പോട്ടുമായിട്ട് ചെല്ലുക. ഒരു ദിവസം നേരെ വരുന്നത് സലിംകുമാർ ഏട്ടാണെങ്കിൽ പിറ്റേ ദിവസം കമൽഹാസൻ ഏട്ടാ, പിറ്റേ ദിവസം നേരെ വരുന്നത് ജനാർദ്ദൻ ഏട്ടായിരിക്കും. ഓരോ ദിവസവും ഞാൻ സ്പോട്ട് ഇങ്ങനെ മാറ്റി മാറ്റി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസ് ആയിട്ടാണ് ഞാൻ വേറൊരു ചാനലിലോട്ട് പോകുന്നത്. അമൃതയിലാണെങ്കിലും ഫ്ലവേഴ്സിലാണെങ്കിലും എനിക്ക് കിട്ടിയിട്ടുള്ള ട്രീറ്റ് ഭയങ്കര പ്ലസ് ആയിരുന്നു. എന്ന് വെച്ചാൽ ഒരുപാട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന രീതി തന്നെ ഉണ്ട്. എനിവേ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന എല്ലാം എന്തുകൊണ്ടും ബെറ്ററായിട്ടാണ് നമ്മളെ ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. എനിക്കിപ്പം ഫ്ലവേഴ്സിനായി പറയുമ്പോൾ മെയിനായിട്ട് മിഥുൻ ചേട്ടൻ്റെ കാര്യം പറയാൻ പറ്റത്തുള്ളൂ. മിഥുൻ ചേട്ടൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അതൊക്കെ വിശേഷം എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾ കാണാൻ പറ്റിയതിൽ. ഞാനും ഒരു ആർജയാണ്, അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഏലിക്കുട്ടിയുടെ സംസാരം എല്ലാം അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും സീരിയസ്ലി ഞാനൊരു കാര്യം പറയാം. അതുപോലെ ശരിക്കും പറഞ്ഞാൽ ഞാൻ വീഡിയോ കണ്ടായിരുന്നു കേട്ടോ, ആ സുരേട്ടനായിട്ടുള്ള വീഡിയോ ഞാൻ ഇടയ്ക്ക് കണ്ടായിരുന്നു. ഞാൻ അതുപോലെ കാണാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ. എന്തായാലും ഒരുപാട് സന്തോഷം, നമ്മുടെ സ്റ്റേറ്റിൽ നിന്ന് ഒരാൾ പോയി രക്ഷപ്പെട്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എനിവേ കൺഗ്രാറ്റ്സ്, സ്റ്റേറ്റിലേക്ക് ചെയ്യാന്നല്ലേ, കൺഗ്രാറ്റ്സ് കേട്ടോ. ഇതാണ് ബിജുചേട്ടൻ എൻ്റെ അടുത്ത് അന്ന് ഞാൻ നേരിട്ട് കണ്ടപ്പോൾ സംസാരിച്ചത്. അതായത് ഞാൻ നേരിട്ട് ലാസ്റ്റ് ഈ കലോത്സവത്തിന് കിട്ടിയിട്ട് പോയി, ഒരു എപ്പിസോഡ് പോയി. അപ്പോൾ നേരെ വന്നപ്പോൾ ബിജുചേട്ടൻ പറ്റു സുഖല്ലേ, നിനക്കല്ലേ ഫസ്റ്റ് കിട്ടി. അങ്ങനെ ഫസ്റ്റ് ഒരു ജാടയില്ലാത്തൊരു മനുഷ്യൻ ഞാൻ ജീവിതത്തിൽ കണ്ടത്. എനിക്ക് എത്രയും ഹാപ്പി ആയിട്ടുള്ളൊരു ഇതില്ല. അത് കഴിഞ്ഞ് ഞാൻ മാസ്റ്റേഴ്സിൽ ചെന്ന് കോമഡി മാസ്റ്റേഴ്സിൽ പോയപ്പോഴത്തേക്ക് അവിടെ ഷാജോൻ ചേട്ടൻ ഞാൻ ഇങ്ങനെ സുരാട്ടിൻ്റെ കാര്യം എലീന ചേച്ചി പറഞ്ഞപ്പോൾ ഷാജൻ ചേട്ടൻ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ചോദിച്ചു, അതിൻ്റെ ഒരു വീഡിയോ ഇതിനകത്തില്ലായിരുന്നു, അതിൻ്റെ ഒരു വീഡിയോ യൂട്യൂബിനകത്ത് ഇൻസ്റ്റാഗ്രാം ഞാൻ കണ്ടിട്ടുണ്ട് അത് ഞാനല്ലേ അത് എന്നൊക്കെ പറഞ്ഞൊരു സംസാരിക്കും. അപ്പം നമുക്കത് എന്താ പറയുക, നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്ന പ്രധാനപ്പെട്ടുള്ള കാര്യം. അപ്പോൾ എനിക്ക് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് അതെനിക്ക് കിട്ടുന്നുണ്ട്. അതെനിക്ക് ഒരുപാട് ഹാപ്പിനെസ് ഉണ്ടാക്കുന്ന കാര്യം. ഒരു TV ചാനൽ വഴി അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് വഴി എനിക്ക് കിട്ടിയ ഒരു പ്ലസ് പോയിന്റ് അതാണ്. എനിക്കൊരു പോസിറ്റീവായിട്ട് കിട്ടിയൊരു കാര്യം അതാണ്. ഒരാൾ കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയും. ഞാൻ പുറത്തിറങ്ങിയാൽ ഒരാൾ ആർട്ടിസ്റ്റ് അല്ലേ എന്നുള്ളൊരു ചോദ്യം വരും. അപ്പം അത് തീർച്ചയായിട്ടും എനിക്ക് ഉണ്ടാക്കി തന്ന TV തന്നെയാണ്. ഇപ്പോൾ മഴവില്ല കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഞാൻ പോയത് മഴവിലിനകത്താണ്. മഴവിലിനകത്ത് സ്കിറ്റ് കളിക്കാനാണ് പോയത്, മിമിക്രി ഒന്നുമല്ല, സ്കിറ്റ് കളിക്കാനാണ് പോയത്. അഭിനയവും വശമുണ്ട്, കുട്ടിക്ക് അഭിനയവും അറിയാം, അത്യാവശ്യം അഭിനയവും വശമുണ്ട്, ആഗ്രഹം ഇങ്ങനെയൊക്കെയാണ്. പിന്നെ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എല്ലാ പരിപാടിയും ഉണ്ട്. എല്ലാത്തിലും അതാണ് ഞാൻ പറഞ്ഞ സകല കലാവല്ലഭനാണ്. അത് ആ ഒരു വാക്കിന്റെ മറ്റൊരു പര്യായം ആരാണെന്ന് ചോദിക്കുമ്പോൾ നമുക്കിങ്ങനെ അദ്വൈതിനെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ വീണ്ടും ബാക്ക് ടു ഒരു സ്റ്റേജ് പെർഫോമൻസിലേക്ക് വരുന്ന സമയത്ത് അദ്വൈതിന്റെ തുറുപ്പ് ചീട്ടുകളായിട്ടുള്ള കുറച്ച് സൗണ്ടുകളൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ ഏതൊക്കെ സൗണ്ടുകളാണ്? നേരത്തെ പറഞ്ഞ പോലെ കമൽ സാറ് വരെയൊക്കെ എന്റെ തുറുപ്പ് ചീട്ടുകളാണ്. ഇവരൊക്കെ എനിക്ക് കൈയടി കിട്ടുന്ന സംഭവമാണ്. അതുപോലെ തന്നെ അതായത് ഇപ്പൊ കുറച്ച് നാളായിട്ട് എനിക്ക് നല്ലൊരു കൈയടി ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു വോയിസിനകത്ത് ഒന്നാണ് ഉമ്മൻചാണ്ടി സാറിന്റെ പുതിയ വോയിസ്. അതായത് ഉമ്മൻചാണ്ടി സാറിന്റെ മരണത്തിന് അദ്ദേഹത്തിന് ഒരുപാട് എനിക്കൊരു ഇഷ്ടപ്പെട്ടൊരു എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട രാഷ്ട്രീയ നേതാവായത്. അപ്പോൾ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ അവസാന കാല വോയിസ് എല്ലാവരും ഞാനൊരു തമാശ പറഞ്ഞുതരാം. അതായത് ഉമ്മൻചാണ്ടി സാറിന്റെ വോയിസ് എല്ലാവരും ചെയ്തുകൊണ്ടിരുന്ന ഒരു ടൈപ്പ് ഞാൻ കാണിച്ചുതരാം. ജസ്റ്റ് അതൊരു എനിക്ക് തന്നെ ചിരി വന്നിട്ടുണ്ട്. ഞാൻ സംഭവം നോക്കിയിട്ട് കാര്യം പറഞ്ഞാല് കേരളത്തിന്റെ രാഷ്ട്രീയമെന്ന് പറഞ്ഞത് ഇങ്ങനെയാണ് ഉമ്മൻചാണ്ടി സാറിനെ. നമ്മൾ ചേച്ചി കേട്ടിട്ടുണ്ടായിരിക്കും, ആരാണെങ്കിൽ കേട്ടിട്ടുണ്ട്, നമ്മൾ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം. മുമ്പ് കുറേ നാൾക്ക് മുമ്പ് ഉമ്മൻചാണ്ടി സാറിന്റെ വോയിസ് പലരും ചെയ്തിരുന്നത് ഈ ഒരു ടൈപ്പിലാണ്, ഈ ഒരു വിക്ക്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇത്ര വിക്കില്ല. ഞാനത് ശ്രദ്ധിച്ചത് അദ്ദേഹത്തിന്റെ 3 കാലഘട്ടത്തിലെ വോയിസ് ഞാൻ ചെയ്യാറുണ്ട്. അതായത് അദ്ദേഹം മുഖ്യമന്ത്രി ആയ സമയത്ത് സത്യം പറഞ്ഞാല് EMSന്റെ സർക്കാരിൽ നിന്നപ്പോ കേരളത്തില് വൻ കാര്യങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്.
അതിന് ഞാൻ സമ്മതിച്ചേ തീരൂ, അത് ഞാൻ സമ്മതിച്ചു കൊടുക്കുകയും ചെയ്യും. ഇങ്ങനെയാണ് അദ്ദേഹം സംസാരിച്ചിരുന്നത്. പക്ഷേ അന്ന് അദ്ദേഹം ഈ വിക്കെന്ന് ഉദ്ദേശിക്കുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം പറയുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മളിങ്ങനെ ഒരു സാധനം വയ്ക്കുന്നതിന് പകരം അദ്ദേഹത്തിൻ്റെ ഈ ഒരു സാധനം ഇത്രയേ ഉള്ളൂ. പക്ഷെ എല്ലാവരും അത് എക്സാഗ്രേറ്റ് ചെയ്ത് ആ ഒരു രീതിയിലാക്കിയതാ. ഞാൻ പഠിച്ചു തുടങ്ങിയത് ഇങ്ങനെ തന്നെ. ഞാൻ ഒറിജിനൽ ടോണ് കേട്ടിട്ട് EMSന്റെ സർക്കാർ ഭരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ടോണാണ് പഠിച്ചത്. പിന്നെ അത് കഴിഞ്ഞ് രണ്ടാമത് വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഏജിലായിട്ട് ഒരു മിഡിൽ ഏജിൽ വരുമ്പോൾ ഒരു 10-55 ആ ഒരു റേഞ്ച് വരുമ്പോഴത്തേക്ക് അദ്ദേഹം സംസാരിച്ചിരുന്നത് സോണിയാഗാന്ധി വന്ന് പറയുന്നു കേരളത്തിലെ എല്ലാവർക്കും ഞങ്ങൾ ചെയ്യാൻ പറ്റുന്ന മാക്സിമം സഹായങ്ങൾ ചെയ്യുമെന്ന് ഞങ്ങൾ പറഞ്ഞു. അത് ഞങ്ങൾ ചെയ്തു. അത് ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഞങ്ങൾക്ക് സന്തോഷത്തോടു കൂടി പറയാൻ പറ്റുന്ന കാര്യമാണ്. സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിൽ കർണാടക ഗവൺമെൻറ് പൂർണ്ണമായിട്ടും നല്ല രീതിക്ക് തന്നെ ഭരിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നൊരു സംഭവം. പിന്നെ അവസാനമായപ്പോഴത്തേക്ക് ഞാൻ കേരളത്തിലുണ്ട്. തിരുവനന്തപുരത്ത് വന്നപ്പോൾ എല്ലാവരും എന്നെ വിളിച്ചു, എൻ്റെ അസുഖങ്ങളെ പറ്റി അന്വേഷിച്ചു. അതിലൊരുപാട് സന്തോഷമുണ്ട്. പലപ്പോഴും കോളുകൾ എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് എൻ്റെ വിഷമം. എന്തായാലും നിങ്ങളോടെല്ലാം ഞാൻ കടപ്പെട്ടിരിക്കുന്നു. നിങ്ങളോടെല്ലാം എനിക്ക് ഒരുപാട് സ്നേഹമുണ്ട്. എൻ്റെ മക്കളെപ്പോലെ തന്നെയാണ് ഞാൻ എല്ലാവരെയും കണ്ടിട്ടുള്ളത്. എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം, താങ്ക് യു. അടിപൊളി, സൂപ്പർ ആയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര എന്താ ഞാൻ ഭയങ്കര ഹേർട്ട് എന്ന് പറയുന്ന ഒരു വോയിസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു വോയിസും കൂടാണിത്. പിന്നുള്ളത് എസ് ജെ സൂര്യ സാറിന്റെ വോയിസ് എന്ന് വെച്ചാൽ ഭയങ്കര ഇപ്പൊ യൂത്തിന്റെ ഇടയ്ക്ക് പുള്ളി ഉണ്ടാക്കിയ ലെവലുണ്ട്. അത് ആക്ടിങ്ങിന്റെ കാര്യത്തിലാണെങ്കിൽ പുള്ളി രാക്ഷസ അടികൻ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പം പുള്ളി ചെയ്തു വെച്ചേക്കുന്നത്. ലെവല് ഉദാഹരണത്തിന് മാർക്കാണ്ടിക്കത്ത് പൊമ്പള സൊക്കെ എന്നൊരു സംഭവമുണ്ട്. അത് ജസ്റ്റ് വെറുതെ ഒരു ആംഗ്രി മാൻ, അതായത് ഗാങ്സ്റ്ററാണ് പുള്ളി, എന്നെ ഒരു ക്രിമിനൽ ആണെന്ന് അറിയാമെങ്കിലും പുള്ളി അവർ ഷൗട്ട് ചെയ്യുന്നൊരു വോയിസ്, ഗാങ്സ്റ്ററിന് ഡിസിപ്ലിൻ വേണം എന്നൊരു സാധനമുണ്ട്. പക്ഷെ എല്ലാവർക്കും അദ്ദേഹത്തിന് അറിയാവുന്നതും അദ്ദേഹത്തിന് ഭയങ്കര ഫേമസ് ആക്കിയ ഒരു ഡയലോഗ് റിപ്പീറ്റ്, വന്ത സുട്ട സത്ത റിപ്പീറ്റ്, അങ്ങനെ ഒരു സാധനമുണ്ട്. നമ്മുടെ മാനാട് സിനിമയ്ക്കകത്തൊരു ഒരു സ്പെഷ്യൽ സീനാണ്. അപ്പൊ നമുക്ക് ആ ഒരു സീൻ നോക്കാം. தலைவரே அவ சுடுவா தலைவரே, சரி இந்த சிஎம் வந்தா, சிஎம் மேடைக்கு வந்தா, ஹிட்மா சுட்டா, சிஎம் சத்தா, வந்தா சுட்டா சத்தா ரிப்பீட், வந்தா சுட்டா சத்தா ரிப்பீட், வந்தா சுட்டா சத்தா ரிப்பீட், வந்தா சுட்டா சத்தா ரிப்பீட். வருவா இன்னைக்கு வருவா தலைவரே, சுடுவா சாவா ரிப்பீட். முடியல தலைவரே, புரியல தலைவரே, என்ன தலைவரே அவ பண்ணிட்டு இருக்க தலைவரே, என்னடா நீ விளையாடிட்டு இருக்க தலைவரே, நம்பாத தலைவரே அவன் விளையாட்டு இருக்க தலைவரே, என்னடா இதெல்லாம். അടിപൊളി, സൂപ്പർ, അടിപൊളി അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും അദ്വൈത് നമുക്ക് വേണ്ടി ഇങ്ങനെ കുറേ നേരമായിട്ട് അടിപൊളി പെർഫോമൻസ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്കിങ്ങനെ വൈൻഡപ്പിലേക്കൊക്കെ നമ്മളിതാ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം അദ്വൈത് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തതിൽ, ഒരുപാട് പെർഫോമൻസ് നമുക്ക് വേണ്ടി കാഴ്ചവെച്ച് തന്നതിൽ. അപ്പോൾ ഇനിയും ഒരുപാട് ഹൈറ്റ്സിലേക്ക് എത്തട്ടെ എന്നുള്ളതാണ് എനിക്ക് വിഷ് ചെയ്യാനായിട്ടുള്ളത്. ആൻഡ് അദ്വൈതിനെ പരിചയപ്പെട്ടതിലും ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ചേച്ചി, എനിക്ക് ചേച്ചിയോടൊരു എന്താ പറയുന്നത് ഒരു ആഗ്രഹം പറയുന്നുണ്ട്. എന്താണ് ആഗ്രഹം? വേറൊന്നുമല്ല, കൊല്ലാനൊന്നുമല്ല കേട്ടോ. എന്തായാലും ചേച്ചി എനിക്കൊരു പാട്ട് പാടിത്തരണം, ഞാൻ ബീറ്റ് ബോക്സ് ഇട്ട് തരാം. അയ്യോ, ഏത് പാട്ടാണ് വേണ്ടത്? ചേച്ചി ഏത് പാടും? എന്നാ നമുക്ക് വാരായോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ മാത്രമാണ് കേട്ടോ. അത് മതി. வாராயோ காதல் கொள்ள, பூவோடு பேசாத காற்று இல்ல, ஏன் இந்த காதலோ நேற்று இல்ல, நீயே சொல் மனமே. வாராயோ மோனாலிசா, பேசாமல் பேசுதே கண்கள் லிசா, நாள்தோறும் நாளும் தன் காதல் ராசா, என்னோடு வாதினமே, എന്നോട് വാദിനമേ. സക്സസ്ഫുള്ളി നമ്മളത് ട്രൈ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് അദ്വൈത്, ഒരുപാട് സന്തോഷം.
അപ്പോൾ എന്താ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇനിയും ഒരുപാട് ഹൈറ്റ്സിലേക്ക് എത്താനായിട്ട് പറ്റട്ടെ. ഒരുപാട് അദ്വൈത് ആഗ്രഹിക്കുന്ന പോലെയുള്ള എല്ലാ കാര്യങ്ങളും അദ്വൈതിന്റെ ലൈഫിൽ അദ്വൈതിന് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റട്ടെ. ചേട്ടൻ പറഞ്ഞ പോലെ. അപ്പോൾ എന്തായാലും അദ്വൈതിന്റെ ഒരുപാട് പെർഫോമൻസ് നമ്മൾ ഇന്നത്തെ റെഡ് കാർപ്പറ്റിലൂടെ ഇത്രയും നേരം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷം അദ്വൈതിനെ പരിചയപ്പെട്ടതിലും ഇവിടെ എത്തിയതിലും. ആൻഡ് അദ്വൈതിന് ഇനിയും ഫ്യൂച്ചറിൽ ഒരുപാട് സ്റ്റേജുകൾ പെർഫോം ചെയ്യാനായിട്ട് പറ്റട്ടെ. അദ്വൈതിന് ഏറ്റവും ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നടക്കട്ടെ എന്ന് വിഷ് ചെയ്യുകയാണ് കേട്ടോ. ഒരു ഭയങ്കര ടാലന്റഡ് ആയിട്ടുള്ള ഒരാളാണ് അദ്വൈത്. അപ്പോൾ ഇനിയും ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് പറയാനായിട്ടുള്ളത്. താങ്ക് യു സോ മച്ച്. എന്തായാലും ചേച്ചി പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് ഇവിടെ വരാൻ പറ്റിയതിൽ. ഈ ഒരു FM-ൽ വന്ന് ഇങ്ങനെ നിന്ന് സംസാരിക്കാൻ പറ്റിയ ഒരുപാട് സന്തോഷമുണ്ട്. ശരിക്കും കുറച്ച് നാൾക്ക് അയ്യോ ഒന്നുകൂടെ കട്ട് ചെയ്തോ. ശരിക്കും പറഞ്ഞാൽ ഒട്ടും ഞാൻ എക്സ്പെക്റ്റ് ചെയ്തൊരു കാര്യമല്ല. അതായത് ഞാൻ നമുക്ക് തുടങ്ങുന്ന സമയത്തൊന്നും ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല ഇങ്ങനെയൊക്കെ ഒന്ന് ഒരു സ്ഥലത്ത് ഇരിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു FM-ൽ ഒന്ന് സംസാരിക്കാൻ പറ്റും. ഞാൻ ഒരിക്കലും അങ്ങനെ എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിൽ, ഞാൻ ഒരിക്കൽ FM-ൽ വർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും എനിക്കെന്താ പറയുന്ന ഇതുപോലെ FM-ൽ ഗസ്റ്റായിട്ട് വന്നിരിക്കാൻ പറ്റുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. സംസാരിച്ചിട്ടുണ്ട്, പക്ഷേ ഗസ്റ്റായിട്ട് ഞാൻ ഗസ്റ്റിനോട് സംസാരിക്കുമ്പോൾ ഞാൻ റെസ്പെക്റ്റഡ് എനിക്കൊരു ഇതുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഒരു ഗസ്റ്റായിട്ട് വന്നിരിക്കുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് ഉള്ളൊരു ഫീൽ ചെയ്യുന്നുണ്ട്. ബിക്കോസ് എന്താ പറയുന്നത്, മറ്റൊരാളെ പോലെ അല്ലെങ്കിൽ സുരാട്ടനാണെങ്കിൽ പോലും അവരൊക്കെ വന്നിരിക്കുന്ന പോലെ ഒരു സ്റ്റേജിലൊരു ഇതിൽ വന്ന് നിൽക്കുക എന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് ഹാപ്പിനെസ് ഉള്ള കാര്യമാണ്. അപ്പോൾ അതുപോലെ തന്നെ എന്താ പറയുന്നത്, ഇവിടെ സ്റ്റേജ് ഇപ്പോൾ ഇവിടെ നിൽക്കാൻ കാരണം എൻ്റെ ഒരു ഫ്രണ്ടാണ് എന്ന് എനിക്ക് നേരത്തെ പറയണമെന്നുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട് ലക്ഷ്മി എന്നാണ് പേര്. ആളൊരു മിമിക്രി ആർട്ടിസ്റ്റാണ്, എൻ്റെ സ്റ്റുഡൻ്റാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് മിമിക്രി ട്രെയിൻ ചെയ്യുന്നത് ഞാനാണ്, മിമിക്രി അത്യാവശ്യം ട്രെയിൻ ചെയ്യാറുള്ളത് ഞാനാണ്. അപ്പോൾ ആൻഡ് എനിക്ക് ഒരുപാട് ഇമോഷണലി കണക്ഷൻ ഉള്ള ഒരു ഫ്രണ്ടാണ്. സോ അവളാണ് എന്നെ ഇവിടത്തേക്ക് റെക്കമെൻഡ് ചെയ്തത്. അതിനൊരുപാട് നന്ദി. ഇതിന് ലാസ്റ്റായിട്ട് പറയുകയാണ്, എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ പൊളിക്കല്ലേ, അടിപൊളിയാണ്. എന്തായാലും ഏലിക്കുട്ടിയെക്കുറിച്ചാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളത്. ഏലിക്കുട്ടി ശരിക്കും പറഞ്ഞാൽ എന്നെ നല്ല ഇതൊക്കെ എൻഗേജ് ആക്കി. ശരിക്കും പറഞ്ഞാൽ ഒന്നും പറയാനില്ല. ശരിക്കും എന്താ പറയുന്നത്, ഒരുപാട് ഹാപ്പിനെസ് ഉള്ള കുറേ മിനിറ്റ്സ് ആൻഡ് കുറേ ഹവേഴ്സ്. ഈ 3 മണിക്കൂർ ഞാൻ ഇവിടെ ഇരുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാൻ അറിഞ്ഞിട്ടില്ല. അതായത് ഇവിടെ എല്ലാവരും അടിപൊളിയാണ്, വൈബാണ്. ആശ്രയ FM-ൽ അടിച്ചു പൊളിക്കാൻ വേണ്ടിയാണ്. നമുക്ക് എല്ലാവരും ഇത് പിന്നെയും കണ്ടുകൊണ്ടിരിക്കാൻ എനിക്ക് എത്ര പറയാനുള്ളൂ. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് കാണാൻ പറ്റിയതിലും സംസാരിക്കാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തായാലും അദ്വൈതിന്റെ വിശേഷങ്ങളുമായിട്ട് ഇന്നത്തെ റെഡ് കാർപ്പറ്റ് നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. പുതിയൊരു അതിഥിയുടെ വിശേഷവുമായിട്ട് റെഡ് കാർപ്പറ്റിൽ വീണ്ടും നമ്മൾ ജോയിൻ ചെയ്യുന്നത് വരെ ഇറ്റ്സ് മീ RJ ഏലിക്കുട്ടി സൈനിങ് ഓഫ്. കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90 നാടിനൊപ്പം നാടാർക്കൊപ്പം.